വിളിക്കട്ടെ. വരും. നമസ്കാരം സർ. നിങ്ങളാണോ കുറച്ച് മുമ്പ് വിളിച്ചിരുന്നത്? ആ അതെ അതെ ഞാൻ തന്നെ. ഓക്കെ ഓക്കെ. പേരെന്തായിരുന്നു? അതിൻ്റെ ഒരു ഫാബിൻ, CP എന്ന് വിളിക്കും. CP ഞാൻ കേട്ടിട്ടുണ്ട്. ആ കൂടെ ഒരാളുണ്ടാവണമല്ലോ. ആ ഒരാൾ കൂടി ഉണ്ട്, വിഷ്ണു. ആ പുള്ളിക്കാരൻ വന്നില്ലേ? പുള്ളി കുറച്ച് ലേറ്റ് ആയിട്ടേ വരുള്ളൂ. ഓക്കെ. ആണോ? ഞാൻ മെയിൽ കണ്ടായിരുന്നു നിങ്ങളുടെ റൂമിൻ്റെ കാര്യത്തിൽ. ഓക്കെ. അത് ഇപ്പോൾ തൽക്കാലം റൂമൊന്നും ഒഴിവില്ല, ഞാൻ നോക്കുന്നുണ്ട്. അതൊന്ന് റെഡി ആവട്ടെ. അതുവരെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ കൺഫേം ചെയ്തിട്ട് നിങ്ങളെ വിളിക്കാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ ശരി സർ. താങ്ക് യു സർ. ആരാരും കാണാതെ ആരോമൽ തൈമുല്ലോ ആ വിഷ്ണുവേ. ഹലോ ബ്രോ, എന്തുണ്ട്? എത്തിയാ? ഇല്ല, ഞാൻ വന്നോണ്ടിരിക്കുക, കുറച്ച് ലേറ്റ് ആവും. ഒരു പണിയേ, ഞാനേ ഈ ലൊക്കേഷനും അയക്കാം, ക്യാമ്പസിന്റെ നമ്പർ ഞാൻ അയക്കാം. നീ അങ്ങോട്ട് വന്നാ മതി. പിന്നെ ഞാൻ ഇത്തിരി ടയർഡാടാ. അപ്പോ ഇന്നൊന്ന് ഇത്തിരി നേരത്തെ കിടക്കണോടാ. പിന്നെ നീ റൂം ലോക്ക് ഇല്ല കേട്ടോ. നീ വന്ന് കേറിയാ മതി. ഓക്കെ എന്നാ. ഓക്കെ, അപ്പൊ കാണാം. ഓക്കെ അപ്പൊ കാണാം. നാളെ കാണാം. ലൊക്കേഷൻ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് ലൊക്കേഷൻ. ശരി ശരി. റൂം ഓക്കെ. ലെഫ്റ്റ്. ഓക്കെ. ഇവിടെ ഇതാണെന്ന് തോന്നുന്നു. ഇത് തന്നെ.
എന്താടാ, എന്ത് പറ്റി? അവിടെ 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 എന്തുണ്ട് അവിടെ? എന്താണ് ഇവിടെ? ഒന്നുമില്ല ഇവിടെ. ഞാൻ കണ്ടതാ, ഞാൻ ഒരു നിഴല് കണ്ടതാ. അതാ നോക്ക്, ഇത് പൈപ്പാണ്. ഇവിടെ ചാരി വെച്ച പൈപ്പാണ് ഇന്നലെ തൊട്ട് വീണത്. എന്റെ പൊന്നും ബ്രോ, വെറുതെ ഉറക്കം കളയല്ലേ. വാ ഇങ്ങോട്ട് വാ. ഞാൻ കണ്ടതാ CP, എന്നെ ഒന്ന് വിശ്വസിക്ക്, ഞാൻ കണ്ടതാ. എന്റെ പൊന്നു ബ്രോ, ദേ നോക്ക്, അവിടെ ഒന്നുമില്ല. ഇത് പൈപ്പ് വീണതാ, ആ കാറ്റുകൊണ്ട് വീണത്. നാളെ ഓഫീസിൽ പോകാനുള്ളേ. നീ ഇങ്ങോട്ട് വാ, നീ ഇങ്ങോട്ട് വന്നേ വാ. CP, ഞാനൊന്ന് പറഞ്ഞോട്ടെ? എടാ കേക്ക്, നിക്ക്. എടാ ഞാൻ ഇന്നലെ മുതലേ പറയാവല്ലേടാ, ഒന്ന് കേക്ക്. CP, ഞാൻ പറഞ്ഞില്ലേ ആ റൂം മറന്ന കാര്യം നമുക്കൊന്ന് നോക്കാം, ഒന്ന് ചിന്തിക്കാം, ഒന്ന് സംസാരിക്കാമല്ലോ. എടാ എങ്ങനെ റൂം മാറാനാണ്? നമ്മ ഇപ്പോഴാണ് ഈ അടുത്താണ് കയറിയത്, ഇന്നലെയാണ് കയറിയത്. ഞാൻ എങ്ങനെ ഞാൻ ആ പുള്ളിനോട് പറയാനാണ് റൂം മാറണമെന്നും പറഞ്ഞ്? അതും നീ പ്രേതത്തിനെ കണ്ടെന്നും ഞാൻ കണ്ടതാ, ആ റൂം ഇങ്ങനെ തുറക്കുന്ന ഞാൻ കണ്ടതാ. എടാ റൂം തുറക്കണത് കണ്ട്, നിഴല് കണ്ട്, എല്ലാം നിന്റെ തോന്നല. റൂം തുറക്കണത് നീ ചിലപ്പോ ലോക്ക് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോ അത് അടഞ്ഞിട്ടും ഉണ്ടാവൂല. അത് അങ്ങനെയായിരിക്കും. നിഴല് കണ്ടത് നിന്റെ തോന്നൽ തന്നെ ആയിരിക്കും. നീ ഒന്നാമത്തെ എനിക്ക് 100 കൂട്ടം പണിയുള്ളതാണ് ഇന്ന് എനിക്ക്. നീ ഇവരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യില്ലേ? CP ബ്രോ, ഒന്ന് സംസാരിക്കടോ. എന്റെ പൊന്നു ബ്രോ, ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഈ വർക്കുണ്ട്. നീ ചെല്ല്, ഞാനിതൊന്ന് തീർത്തോട്ടെ. റൂമിൻ്റെ കാര്യം അഡ്മിനോടൊന്ന് പറഞ്ഞേക്കാം, എന്തായാലും ഒന്ന് കാണാം. ആ സാർ നമസ്കാരം. ആ വിഷ്ണു, എന്തുണ്ട് വിഷ്ണു വിശേഷം? സാറേ ഞാൻ ഇന്നലെ വന്നപ്പോൾ എനിക്ക് റൂം തന്നിരുന്നു. അവിടെ ആകപ്പാടെ ശബ്ദമാണ്, എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ഡോറിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. ആ ഡോറിൻ്റെ വിഷയമോ? അതൊരു വിഷയമല്ലല്ലോ, അത് നമ്മുടെ കാർപ്പൻ്റർ വിട്ടേ നമുക്ക് റെഡിയാക്കാം. സാറേ അതല്ല സാറേ, സാറ് വിശ്വസിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. എന്താ വിഷ്ണു, കാര്യം തുറന്നു പറയേ. സാറേ ആ റൂമിൻ്റെ അകത്തും പുറത്തും എന്തൊക്കെയോ ബഹളങ്ങളാണ്, എന്തൊക്കെയോ ശബ്ദങ്ങൾ. എനിക്കൊരു ഉറങ്ങാനേ പറ്റുന്നില്ല, എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല ആ റൂമിൽ. എന്താ വിഷ്ണു ഈ പറയുന്നത്? വെറും കൊച്ചു പിള്ളേരെ പോലെ. സന്ധ്യ കഴിഞ്ഞാൽ പേടിയാണെന്ന് പറ, അതാണ് സത്യം. അല്ല സാറേ, ആ റൂമിൽ എന്തോ ഉണ്ട്, എന്നെ ഭയപ്പെടുത്തുന്ന എന്തോ ഉണ്ട്. ഓക്കെ 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 സാറേ, എന്നാൽ ഞാൻ വേണ്ടത് ചെയ്യാം. ഓക്കെ സാറേ. ആ വിഷ്ണു, റൂം നമ്പർ പറഞ്ഞില്ല. സാറേ B10. B10. ഓക്കെ ഓക്കെ വിഷ്ണു പൊയ്ക്കോ. ഹലോ
മുഗലെ എവിടെയുണ്ട് മുഗലെ? ഒരു കാര്യം ചെയ്യ്, അത്യാവശ്യമായിട്ട് ഓഫീസിൽ വരുന്നു വാ. ഓക്കെ, വേഗം വരണേ. സർ എന്താണ് സർ? ഇരിക്കിരിക്കെ. ഇന്നലെ വന്ന ആ വിഷ്ണുവിനൊക്കെ കൊടുത്ത റൂം ഏതാ? സാർ അത് പിന്നെ ബീറ്റെന്ന് കൊടുത്തിരുന്നു. ബീട്ടെന്നോ? വേറെ ഒരു മാർഗമില്ലായിരുന്നു റൂമിന്. ആ റൂം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ശരി സാറേ. ഓക്കെ ഓക്കെ ഓക്കെ. My house in Budapest, my hidden treasure chest. Ooh, I'd leave it all. നീ ലേറ്റായല്ലോടാ. ഓ തിരക്കായി. My acres of a you to stop and believe, but for ഓരോന്ന് ഓർക്കുമ്പോ ooh, I'd leave it all. Ooh, for you, ooh, I'd leave it all. നീ എന്താ ആലോചിക്കുന്നത്? Give me one good reason why I should never make a change. ഇന്നലെ നടന്ന് ആലോചിച്ചിട്ടാണോ? ഡാ അത് റൂമിലേക്ക് പോകുമ്പോൾ എന്തോ പോലെ. അത് ഇന്നലെ റൂമിൽ എങ്ങനെ കയറി ചെല്ലുമെന്ന് ആലോചിക്കുമ്പോൾ ഓ. എടാ, ഈ ഒരു കാര്യം നീ മനസ്സിലിട്ട് ചിന്തിക്കുന്നുണ്ടാണ് എനിക്ക് ഇത്രയും വലിയ പ്രശ്നം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഒരു ദിവസം ഞാൻ വീട്ടിനകത്ത് ഇരിക്കുകയായിരുന്നു. അന്ന് വീട്ടിനകത്ത് ഇരുന്നപ്പോൾ വീട്ടിൻ്റെ വെളിയിൽ നിന്ന് ആരോ എന്നെ വിളിക്കുന്ന പോലെ തോന്നി. ഒരു കാലൊച്ചയും കേട്ടു. ഞാൻ അപ്പോൾ തന്നെ ഓടിപ്പോയി നോക്കി. പക്ഷേ അവിടെയൊന്നും ഒരു മനുഷ്യനെ കണ്ടില്ല. ചുറ്റും നടന്നു നോക്കി, അവിടെയൊന്നും ആരുമില്ല. അപ്പോൾ പിന്നെ അത് ആരായിരിക്കും? അത് നിനക്ക് വരെ തോന്നിയായിരിക്കും. അത് തന്നെ നിന്നോട് പറഞ്ഞത്. നിനക്ക് തോന്നിയത് അത്. അങ്ങനെയാണെങ്കിൽ അടഞ്ഞു കിടന്ന് കഥ എങ്ങനെ തുറന്നു കിടക്കുന്നേ? നീ ലോക്ക് ചെയ്യുന്ന ഉറപ്പാണോ? ആ ലോക്ക് ചെയ്താ നേരിലും കണ്ടു. ആ നെല്ലും കണ്ടു. പക്ഷെ നീ കണ്ടത് സത്യമോ? പക്ഷെ അത് പ്രേതായിരിക്കില്ല, പിന്നെ കള്ളനായിരിക്കും. ഈ രൂപത്തിലും കള്ളനോ? എന്തായാലും നീ വണ്ടിയിട്, റൂമിൽ ചെല്ലട്ടെ, എന്നിട്ട് നോക്കാം. റൂമിലേക്ക് എങ്ങനെ കയറി ചെല്ലുമെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല. കാരണം അങ്ങനെയൊന്നും ഒന്നുമില്ല, നമ്മുടെ മനസ്സിൽ തോന്നുന്നല്ലേ. ഞാൻ കണ്ടത് അത്. നിന്റെ റൂമിൽ നിന്നല്ലേ ആരോ വരുന്നത്? എടാ അതെൻ്റെ റൂംമേറ്റാ. അവനിടയ്ക്ക് ഉറക്കത്തിൽ ഇറങ്ങി കിടക്കുന്ന സ്വഭാവമുണ്ട്. പുള്ളി ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാലോ? നിൽക്ക് നോക്കാം. എന്താണ് ഇങ്ങനെ? നല്ല ഉറക്കത്തിലെ ആള്. വാ. അവൻ എങ്ങോട്ടാ പോകുന്നതെന്നോ നോക്കാം. വാ വാ വാ. എന്തായാലും നമുക്ക് ഫോളോ ചെയ്ത് നോക്കാം. എടാ എന്തൊരു സ്ഥലമാണ് ഇത്. എടാ സൈഡിൽ മൊത്തം ചതുപ്പാടാ. എങ്ങോട്ടായി പോകുന്നത്? എടാ അവനാ സൈഡിലേക്കാ പോകുന്നത്. ചതുപ്പിലോട്ടാ പോകുന്നത്. എടാ നിക്കണ എന്ത് പറ്റിയടാ? എന്താടാ? എന്താ എന്താ നിനക്ക്? വിഷ്ണു, എന്തിനാ നീ ഇവിടെ കൊണ്ടുവന്നത്? ഞങ്ങൾ കൊണ്ടുവന്നാന്നോ? നീ തന്നെ നടന്നു വന്നല്ലേ? ചതുപ്പാ ഇപ്പൊ വീണല്ലേ? നോക്ക്, ചതുപ്പോടാ അവിടെ. എന്താണ് നീ ഇവിടെ? നീ എന്നെ ഇവിടെ കൊണ്ടുവന്നതാണോ? നീ ഉറക്കത്തിൽ നടന്നു വന്നപ്പോ ഞങ്ങൾ നിന്റെ പുറകെ വന്നാടാ. എന്താണ്? അതാരാണിത്? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങോട്ട് പോകല്ലേ സിപി? ഞാനൊന്ന് പറഞ്ഞോട്ടെ. സിപി പോകല്ലേ, നിക്ക് സിപി. ഓട് ഓട്. ഓ സിപി.
ഹലോ. ഹലോ സാറേ, വിഷ്ണുവാണ് സാർ, വിഷ്ണുവാണ്. ആ പറ. സാറേ ഞങ്ങളോട് പെട്ട് നിൽക്കുമോ സാറേ? എന്നാ പ്രശ്നമോ? സാറേ പെട്ടെന്നൊരു വണ്ടി വിടും സാറേ, ഞങ്ങൾക്ക് ക്യാമ്പിലോട്ട് വരണം. പ്ലീസ് സാർ, പ്ലീസ്. വണ്ടിയോ? എന്തിനാ സാറേ ക്യാമ്പിലേക്ക് വരാനാ സാറേ, ഒന്ന് വണ്ടി വിടും സാറേ. ഇതിപ്പോ നിങ്ങൾ എവിടെയാ അപ്പം? എവിടെയാണെന്നറിയില്ല സാറേ, ആകെപ്പാടി ഇരുട്ടാ സാറേ. പിന്നെ ഇവിടെ മൊത്തം അങ്ങ് ചതുപ്പാ, ക്യാമ്പിന്റെ ബാക്കിലായിട്ടാ വരുന്നേ. എടാ, അത് ചതുപ്പ് സ്ഥലമല്ല, അത് ആൾക്കാരൊക്കെ അടക്കുന്ന ശവക്കുളിയാ. നിങ്ങൾ എന്തിനാ അവിടെ പോയാ? അതൊക്കെ വന്നിട്ട് വരാം സാറേ, സാറ് വണ്ടി ഒന്ന് വിടും. ഓക്കെ, എന്തായാലും ബാക്കി ഞാനിപ്പോ വിളിക്കാം. ഹലോ, ഞാൻ തന്നെ ഇപ്പൊ എവിടെയാ? ഞാൻ ഇവിടെ ഉണ്ടല്ലോ സാറേ. എന്തായിരുന്നു? നമ്മളെ ക്യാമ്പിന്റെ പുറകിലുള്ള ചതുപ്പ് സ്ഥലം വരെ ഒന്ന് പോണേ. അവിടെയോ? പെട്ടെന്ന് പോണേ. ഓക്കെ ഓക്കെ, ഇപ്പൊ തന്നെ പോവാം. അയ്യോ അയ്യോ, ഇത് എന്നാ പറ്റിയേ? അയ്യോ എന്റെ ദൈവമേ, ഇത് എന്നാ? എന്റെ പിന്നെ കൈ പിടിച്ചേ, കൈ പിടിച്ചേ, കൈ പിടിച്ചേ, പിടിച്ച് കയറുവാ. ഓടുവാടാ. പെട്ടെന്നോട്ടോ വണ്ടിയിലോട്ട് ഡോർ തുറന്നോ? ഡോർ തുറന്നോ? വേഗം തുറന്നേ. ഒന്ന് കേറ്റി കേട്ടോ. ഒരാളപ്പുറം, ഒരാളപ്പുറം, അപ്പുറത്തെ ഡോർ തുറന്നോ? കയ്യെ പിടിച്ചേ, കയ്യെ പിടിച്ചേ, കയ്യെ പിടിച്ചേ. എന്താടാ, എന്താണ് നേരെ ഇരുത്ത്. എന്ത് പറ്റി? എന്ത് പറ്റി? വണ്ടി എടുക്കുക ചേട്ടാ. ഇപ്പൊ ഓക്കെ അല്ലേ ചേട്ടാ, ഓക്കെ അല്ലേ CP? നിങ്ങളെങ്ങനെ ഇവിടെ വന്നേ? അതെന്തായിട്ട് ഇവിടെ വന്നാല്? എന്താ പ്രശ്നം ഈ സ്ഥലത്ത്? നേരത്തെ ശ്മശാനമായിരുന്നു, പഴയ ശ്മശാനമാണത്. ഇവിടെ പ്രശ്നമുള്ള ഏരിയ ആണ്. നമ്മൾ പുള്ളി ഫോളോ ചെയ്ത് വന്നതാ. ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ജസ്റ്റ് ഇവനെ ഒന്ന് ഫോളോ ചെയ്തു വന്നു, അങ്ങനെ ഇവിടെ എത്തി. ഇവിടെ കുറെ പേര് മരിച്ചിട്ടുണ്ട്. ഓ, ഇവിടെ പിന്നെ അങ്ങനെ ആരും നമുക്കൊന്നും വരാറില്ല. അറിയില്ല ചേട്ടാ, ഇതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു. നിർത്തിയേട്ടെ ഇവിടെ. ഇറങ്ങ. ഓ, പിടിച്ചോ, അവനൊന്ന് പിടിച്ചോ. അതെ, നിങ്ങൾ ഈ റൂമിലാണോ? അതേട്ടാ. എന്താ ഈ റൂമിലുള്ള ആളാണ് 1 മാസം മുമ്പ് അവിടെ മരിച്ചിടന്നത്. ദോസേ എണീക്ക്. എടാ എണീക്കടാ. എൽദോസേ എഴുന്നേക്കടാ. അയ്യടാ, നാളെ അതൊന്നും പറ്റില്ല, നീ എണീറ്റേ വാ, പോവാ. മതിയടാ. എടാ കുഴപ്പമില്ല, കുറച്ചുകൂടെ ഉള്ളൂ. പാടാ, ഒരെണ്ണം പോയിട്ട് വരാം. ഒട്ടും വയ്യടാ, നീ എന്നാ പോയിട്ട് വാ, ഞാൻ ഇവിടെ ഇരിക്കാം. എടാ ആദ്യമായിട്ടുണ്ടല്ലേ, ശരിയായിക്കോളൂ. ഒരെണ്ണം പോയിട്ട് വരാം. എന്നാ നീ പോയിട്ട് വാ, ഒട്ടും വയ്യാളിയാ. എന്നാ ബ്രോ അവിടെ ഇരിക്കും. ആ വഴിക്കൊന്നും പോകരുതേ. എൻ്റെ കൂടെ മുമ്പുണ്ടായിരുന്ന ചേട്ടൻ എന്നോട് ആ വഴിയിൽ എന്തോ പ്രശ്നമുണ്ട്, പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാക്ടറിയിലേക്കുള്ള വഴിയാ. റിസ്ക് എടുക്കണ്ടായിരുന്നു. അവിടെ ഇരിക്കും, ഞാൻ ഒരെണ്ണം പോയിട്ട് വരാം. ഓക്കെ ഓക്കെ. അത് ശരി, നീ എന്നിട്ട് അതുവഴി വന്നോ? എടാ,
എടാ നീ അല്ലടാ പറഞ്ഞേ അതുവഴി വരണ്ടാന്ന്, അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്നിട്ട് നീ തന്നെ അതുവഴി വന്നു അല്ലേ? എടാ നിക്കടാ, പതിയെ പോ, ഞാനും വരട്ടെ, ഒരുമിച്ച് പോവാം. എൽദോ എൽദോ ഇവനെവിടെ പോയി? ഈ റൂമിൽ ഞാനും പോയാ? എൽദോ ഒരു മിനിറ്റ്. ഹലോ, ഓക്കെ അല്ലേ? ആ മുകിൽ സാറേ. ഈ സമയത്ത് ആരാടാ? ആ സാറേ, ഓക്കെ. എന്താ? ഓക്കെ സാറേ, ഓക്കെ, താങ്ക് യു. ആരാടാ? ഓക്കെ സാറേ, ഞങ്ങൾ മാറാം. എന്താ? റൂം ചേഞ്ച് ആയിട്ടുണ്ട്. മുകിൽ സാർ ഇപ്പോൾ വിളിച്ചത്. സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓ, ഈ റൂം വേണ്ട.